വെൽക്കം ബാക്ക്. ഏറെ ഞെട്ടിക്കുന്ന ചില വീഡിയോ ക്ലിപ്പിങ്ങുകളാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അതേ സിലു ടോക്സുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന എല്ലാ ചോദ്യത്തിനും ഒരു ഉത്തരം കിട്ടിയിരിക്കുന്നു. ഗഫൂർക്ക എന്ന് പറയുന്ന ഈ ഒരു പഹയൻ, നമ്മൾ ഗഫൂർക്കയെ കുറിച്ച് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നു. ഗഫൂർക്കയുടെ കയ്യിൽ ചില മിസ്റ്റേക്കുകളുണ്ട്, ബിസിനസ്സിൽ പരാജയമായതാണ് എല്ലാത്തിനും കാരണമെന്ന് കൺക്ലൂഷനായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. അത് വളരെ ശരിയാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഗഫൂർക്ക എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്നും ഇദ്ദേഹം ഒരു പാവം മനുഷ്യനാണെന്നും ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ ഒരു പഹയൻ ഒരു പാവം മനുഷ്യനാണ് ഗഫൂർക്ക. എന്നാൽ ഗഫൂർക്ക എന്ന് പറയുന്ന കള്ള ഹിമാറിനോട് ഞാൻ ചോദിച്ചു പോവാണ്, എനക്ക് നാണമുണ്ടോ ഗഫൂർക്ക? 5 കുട്ടികളെ ഉണ്ടാക്കി ഇങ്ങനെ 5 കുട്ടികളെയും പടച്ചു വെച്ചിട്ട് ഇതുപോലെ അക്രമം നടത്താൻ എനക്ക് നാണമുണ്ടോ ഗഫൂർക്ക എന്നാണ് ചോദിക്കുന്നത്. ഗഫൂർക്ക ഒരു താണ്ഡവം ആടിയിരിക്കുകയാണ്. ദിലീപിന്റെ ബബ്ബ സിനിമ കണ്ടിട്ടാണോ എന്നറിയില്ല, അഴിഞ്ഞാട്ടം തന്നെ, വീട്ടില് അഴിഞ്ഞാട്ടം നടത്തിയിരിക്കുന്നു. പലരും വീഡിയോ ചെയ്ത പോലെ ഗഫൂർക്ക ഇത് സിലുവിന്റെ വീട്ടിൽ കയറി വീട്ടിൽ ആക്രമണം അഴിച്ചുവിട്ടതല്ല. ഇവരുടെ വീട്, അതായത് സിലു വീട് ഒഴിയുന്നതിന് മുമ്പ് ഗഫൂർക്ക അവിടെ അഴിച്ചുവിട്ട ആക്രമണമാണ് നമ്മൾ കണ്ടത്. ഗഫൂർക്ക എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ ഒരു മുഖം ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നു. നമുക്കറിയാം ഈ ഒരു വിഷയത്തിൽ ആദ്യം നമ്മൾ സിലുവിനെ സംശയിച്ചെങ്കിലും പിന്നീട് സിലുവിന്റെ യാതൊരു തെറ്റുമില്ലെന്ന് മനസ്സിലാക്കാനുള്ള കാരണം ഗഫൂർക്ക ഈ പറഞ്ഞ ബിസിനസ്സിൽ എപ്പോഴും പരാജയമാകുന്നു എന്നുള്ള വലിയൊരു വിഷയം അവരുടെ കുടുംബത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾക്ക് എപ്പോഴും ഇങ്ങനെ ബിസിനസ്സിൽ പരാജയമാകുമ്പോൾ എപ്പോഴും അവർക്കൊരു ആഗ്രഹം ഉണ്ടാവുന്ന എന്നെങ്കിലും, കുറ്റം പറയാൻ പറ്റത്തില്ല, എന്നെങ്കിലും ഈ പറഞ്ഞ ബിസിനസ്സിൽ ഒന്ന് സക്സസ് ആയി മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് പ്രൗഡ് ആവണമെന്ന് ആഗ്രഹിച്ച് വീണ്ടും വീണ്ടും ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരു പരിധി വരെ ഞാൻ പറഞ്ഞത്, അതായത് 3-4 വട്ടം പരാജയമായി കഴിഞ്ഞാൽ പിന്നെ ആ മേഖലയിൽ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഗഫൂർക്ക പറഞ്ഞ ഒരു പഴയ സ്റ്റേറ്റ്മെന്റ് വരട്ടെ. അപ്പൊ ഇനി ഒരു 6ാമത് അങ്ങനെ വേണം പ്ലാന്റ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ പഠനം കാര്യങ്ങൾ, പിന്നെ ഫിസിക്കലി ഞാൻ കുറച്ച് വീക്കാണ്. ആ ഒരു സമയങ്ങളിൽ നോർമൽ ഒരു ലേഡിക്ക് ഉണ്ടാവുന്ന പെയിൻ എല്ലാം ഉണ്ടാവുക 4 മന്ത്സ് എനിക്ക് ലേബർ പെയിൻ തുടങ്ങും. നോർമലായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂല. അങ്ങനെ ഉണ്ടായതാണ് ഈ കാണുന്നതിന്റെ കട്ടിൽ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഇഷ്ടികൊക്കെ വെച്ചിട്ടാണ് കിടത്തം, റെസ്റ്റ് കാര്യങ്ങളും ഒക്കെ. ഭയങ്കര പെയിനായിരിക്കും. കരച്ചിൽ ഇങ്ങനെ കഴിക്കുന്ന അതുകൊണ്ട് അമ്മ ഭയങ്കര ടെൻസ്ഡ് ആണ്. ഞാനിങ്ങനെ പ്രഗ്നന്റ് ആയിരുന്നു. ഈ ഒരു വീഡിയോയിൽ നിന്നും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഗഫൂർക്ക എന്ന് പറയുന്ന ഈ ഒരു പഹയന് ഓനിക്ക് ഈ പറഞ്ഞ ബിസിനസ് നടത്തി പൊളിക്കുക. ഞാനിപ്പോഴും പറയുന്ന പാവ ഒരു മനുഷ്യനായിരിക്കാം, പക്ഷെ ഓന്റെ വീക്ക്നെസ്സുകളാണ് പറയുന്നത്, ഓൻ തിരുത്തേണ്ട കാര്യങ്ങളാണ്. ഓനിക്ക് ഈ പറഞ്ഞ ബിസിനസ് പൊളിക്കുക, അതിനുശേഷം ഓനിക്ക് കുട്ടികളെ ഉണ്ടാക്കാം. 5 കുട്ടികളെ ഉണ്ടാക്കിയ ഒരു പകനാണെന്ന് ഓർക്കണം. 5 കുട്ടികളുണ്ട്, അതിനുശേഷം ഒരെണ്ണം അബോർഷനുമായെന്ന് പറയുന്നത്. 6 തവണ ഗർഭിണിയായ ഈ ഒരു പെൺകുട്ടിയെ, സിലുവിനെ വീണ്ടും ഗർഭിണിയാക്കാനാണ് ഓന് പൂതി. ഓന്റെ ഒരു മാനസികാവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. അതായത് സിലുവിന്റെ ഉമ്മ പോലും ഭയക്കുന്നു ഈ പഹയെ വീണ്ടും കയറി ഗർഭിണിയാക്കുന്നു. ഈ 2 മേഖലയിലാണ് ഓനിക്ക് താല്പര്യം. ബിസിനസ് പൊളിക്കുക, അതിനുശേഷം അതിന്റെ ദേഷ്യത്തിന് ഓളെ ഗർഭിണിയാക്കുക. ഈ വീട്ടിൽ വഴക്കുണ്ടാക്കി ഈ ചെയർ നശിപ്പിച്ച കാര്യം ഒരിക്കലും 1% പോലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. പൊതുവേ മെജോറിറ്റി ആൾക്കാരും ചെയ്യുന്ന ഒരു പ്രവണതയാണ്, വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടുത്തെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നശിപ്പിക്കുക, മൊബൈൽ അല്ലെങ്കിൽ പാത്രങ്ങൾ, വീട്ടിലുള്ള ഉപകരണങ്ങൾ എടുത്തെറിയുക. ഇത് ഏറ്റവും ബാലിശമായ ഏത് കഴുതയ്ക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ചെയ്തുകൊണ്ട് ഒരു നേട്ടം ഉണ്ടാക്കുന്നില്ല. ഞാൻ ജീവിതത്തിൽ ഇതുവരെ വഴക്കുണ്ടായിട്ട് എൻ്റെ കയ്യിലിരുന്ന സാധനം എടുത്തെറിഞ്ഞിട്ടില്ല. ഞാനത് യോജിക്കുന്നു. ഞങ്ങളുടെ വീട്ടിലുള്ള പലരും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഒരു നേട്ടമില്ല. അതുപോലെ തന്നെ ഈ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത്, ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ, വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്ന ഏത് കഴുതയ്ക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ പറഞ്ഞ വ്യക്തികൾ, ഇപ്പം പെണ്ണുങ്ങൾ വീട്ടിൽ കിടന്ന് ഭയങ്കര വഴക്കുണ്ടാക്കുന്ന ഭയങ്കര പ്രശ്നക്കാരുണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ വായിൽ നാക്കുണ്ടാവില്ല. നേരെ മറിച്ച് ആണുങ്ങളായാലും അങ്ങനെ തന്നെ. പുറത്തിറങ്ങി ആരെങ്കിലും എന്തോടാ ചോദിച്ചു കഴിഞ്ഞാൽ വാലും പൊക്കി ഓടുന്ന ടീമുകളാണ്. ഇവിടെ ഒരു റിവ്യൂ ചെയ്യുന്ന ഒരു പഹയനുണ്ട്. ഓനെ ആരൊക്കെ കാണാൻ ചെന്നപ്പോഴത്തേന്, ഞാൻ പേര് പറയുന്നില്ല, ഓൻ എപ്പോഴും ബാലുമ്പയ്ക്ക് ഓടലാണ് പതിവ്. വീഡിയോയിൽ ഓൻ വലിയ എന്താ പറയുക ഡയലോഗുകളൊക്കെ അടിക്കും. അപ്പം ഇതുപോലുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും ഉള്ളത്. അപ്പം അത്തരം ആളുകൾ വീട്ടിൽ പോയിട്ട് ഭാര്യമാരെ എടുത്തിട്ട് അടിക്കുക, അവരെ അങ്ങ് അടിച്ച് വീരശൂര പരാക്രമിയാവുക. അത്തരം മെന്റാലിറ്റിയുള്ള, അതായത് വീട്ടിൽ ഭാര്യ അടിക്കുമ്പോഴത്തേന് താൻ എന്തോ വലിയ മഹാസംഭവമായെന്ന് ധരിക്കുന്ന ചില അപരാധന്മാരുണ്ട്. ഏറ്റവും മൂഢത്വമാണത്. അതായത് വീട്ടിൽ കിടന്ന് അടി ഉണ്ടാക്കിയിട്ട് എന്താണ് നേടുന്നത്? മറ്റുള്ളവർ അറിയുമ്പോൾ നാണക്കേട്, വീട്ടിൽ കുട്ടി
കുട്ടികൾക്ക് ബുദ്ധിമുട്ട്. ഇപ്പൊ ഈ പറഞ്ഞ ഈ ഗഫൂർക്ക് ഇവിടെ 2 ചെയർ ചവിട്ടി പൊട്ടിച്ചത് മനുഷ്യന് ദേഷ്യം വരുമ്പോൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടായി? അത് ഈ പറഞ്ഞ സിലു അത് CCTV വീഡിയോ എടുത്ത് ഇപ്പൊ ഈ ഗഫൂർക്കാണ് ഇതിന് കാരണം ഉണ്ടാക്കിയത്. കഴിഞ്ഞ വീഡിയോയിൽ ഗഫൂർക്ക ചാനൽ തനിക്ക് തരാതെ പോയെന്ന്, ചാനൽ ഓനിക്ക് കൊടുക്കാത്തതുകൊണ്ടായിരിക്കും ചെയർ തട്ടി പൊട്ടിച്ചത്. ഇത്രയും കടം ഉണ്ടാക്കി വെച്ചതിന് ശേഷം വീണ്ടും ആ കടം വീട്ടണം, അല്ലെങ്കിൽ ചാനൽ എനിക്ക് തരണമെന്ന് പറഞ്ഞാണ്. അതിന്റെ ദേഷ്യത്തിനായിരിക്കും ചെയർ പൊട്ടിച്ചത്. അപ്പൊ ആ ചെയർ തട്ടിപ്പൊട്ടിക്കുന്ന വീഡിയോ എടുത്ത് ഓള് പുറത്ത് എത്തിക്കാനുള്ള കാരണം ഈ പറഞ്ഞ ഇങ്ങാരുടെ ആ ഒരു കഴിഞ്ഞ വീഡിയോയിലുള്ള ഒരു റിയാക്ഷനാണ്. ഓൾ ആദ്യം പറഞ്ഞത് ഗഫൂർക്കെ ഒരു കുറ്റവും ഓൾ ആദ്യത്തെ വീഡിയോയിലൊന്നും പറയാൻ പോയില്ല, ഗഫൂർക്കെ നല്ലതാണ് ഓള് പറഞ്ഞത്. എന്നാൽ ഗഫൂർക്ക അതല്ല ചെയ്തത്. ഗഫൂർക്ക ഓളെ മോശമാക്കുന്ന രീതിയിൽ ചില സ്റ്റേറ്റ്മെന്റുകൾ പറയാതെ ഗഫൂർക്ക പറഞ്ഞ് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഗഫൂർക്ക ഗൾഫിലോട്ട് പോവാന്ന് പറഞ്ഞ് വീട് വിറ്റിട്ട് വീണ്ടും പ്രവാസിയായി പോകേണ്ടുന്നൊരവസ്ഥ ആർക്കും കേൾക്കുമ്പം വിഷമം തോന്നും. അങ്ങനെ ഒരു ഇമോഷണൽ ഡ്രാമയാണ് ഗഫൂർക്ക കളിക്കാൻ നോക്കിയത്. ഗഫൂർക്കയ്ക്ക് നേട്ടം ഉണ്ടായി. ഗഫൂർക്കെ സപ്പോർട്ട് ചെയ്യാൻ ഞാനടക്കം പറഞ്ഞു. ഒരുപാട് പേര് ഗഫൂർക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത്, ചാനലും വലുതായി, ഒരുപാട് വ്യൂസും കിട്ടി. പക്ഷെ എന്തായി ഗഫൂർക്കന്റെ അവസ്ഥ? ഗഫൂർക്ക എന്താണെന്നുള്ള കാര്യം കൂടുതൽ വ്യക്തമായി നാട്ടുകാർക്ക് മൊത്തം മനസ്സിലാവേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അതായത് സിലു ഈ വീഡിയോ അയച്ചു കൊടുത്തത് ഓൺ ടൈം ആയിട്ട് ആരും കാണല്ലെന്ന് പറഞ്ഞ് ഷെബീന ബീബി വ്ലോഗ്സിനാണ് അയച്ചു കൊടുത്തത്. ഒരുപക്ഷെ ദേശീയ മാധ്യമങ്ങളിൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രചാരം ആ വീഡിയോയ്ക്ക് ഉണ്ടായി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത്തരത്തിൽ ലോകം മുഴുവൻ ഗഫൂർക്ക് എന്ന് പറയുന്ന ഈ ഒരു പഹേന്റെ സ്വഭാവം എന്താണെന്ന്, ഇത് സാധാരണ നിലയ്ക്ക് എല്ലാവരും ചെയ്യുന്നതാണ്, ഇത്തരം പരിപാടികളൊക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് സകല മാന്യന്മാരായിട്ട് നടക്കുന്ന പഹയന്മാരും ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഇത് ഏറ്റവും വലിയ മൂഢത്വം, മ്ലേച്ഛത്വം, ഏത് കഴുതയ്ക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. മനസ്സിലാക്കേണ്ടത്, ഇതിപ്പോ സ്വമേധയാ വേണമെങ്കിലും ഗഫൂർക്കെതിരെ കേസ് എടുക്കാം. ഗഫൂർക്ക ഈ പറഞ്ഞ 5 കുട്ടികളെ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ചൈൽഡ് ലൈനിന്റെ ഇടപെടൽ വന്നേക്കാം. കുട്ടികളെ കൗൺസിലിങ്ങിന് ഒരു പക്ഷേ വിളിക്കാൻ പോലുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും ആക്രമണം ഗഫൂർക്ക് അഴിഞ്ഞാടിയിട്ടുണ്ടോ എന്ന് കൂടുതൽ അറിയാൻ വേണ്ടി ഒരുപക്ഷെ അത്തരത്തിലുള്ള അന്വേഷണം ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഗഫൂർക്കയുടെ ഗൾഫിലുള്ള യാത്ര തന്നെ മുടങ്ങാനുള്ള സാധ്യത ഞാൻ ഇപ്പോൾ കാണുന്നുണ്ട്. ഗഫൂർക്കയ്ക്ക് ഇനി ഗൾഫിലോട്ട് ഉടനെ തിരിച്ചു പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ് അത് വരുത്തി വെച്ചത് ഗഫൂർക്ക തന്നെയാണ്. സിലു കൂടുതൽ ഈ ഒരു വിഷയത്തിൽ സേഫായി എന്നുള്ളതാണ്. എന്നാൽ ഗഫൂർക്കയ്ക്ക് നേരെ മറിച്ച് സിലുവിനെതിരെ കാണിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കും ഗഫൂർക്ക ഊഞ്ഞാല് കച്ചവടത്തിന്റെ മറവിൽ സിലുവിനിട്ട് 2 കൊടുക്കാന്ന് വിചാരിച്ചത്. അത് വലിയ തിരിച്ചടിയായി. ഒരുപക്ഷെ ഗഫൂർക്ക പൊട്ടിക്കരയേണ്ടുന്ന ഒരവസ്ഥയാണ്. അതിനുശേഷം ഗഫൂർക്ക വീഡിയോ ഒന്നും പങ്കുവച്ചിട്ടില്ല, വീഡിയോ ആയിട്ടൊന്നും വന്നിട്ടില്ല. കാണിച്ചത് ഏറ്റവും വലിയ മണ്ടത്തരമായി എന്നൊരു തിരിച്ചറിവ് ഗഫൂർക്കയ്ക്ക് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് റൂമറുകൾ പ്രചരിപ്പിച്ചിരുന്നു. ഇത് കള്ളത്തരമാണ്, ഇവരുടെ ഡ്രാമയാണ്, പുതിയ ചാനൽ തുടങ്ങാൻ വേണ്ടിയുള്ള നമ്പറാണെന്നൊക്കെ പറഞ്ഞവർക്കും കൂടെ ഒരു ഉത്തരമാണ്. അത്തരത്തിലൊന്നുമല്ല. യഥാർത്ഥ സംഭവങ്ങൾ, അതായത് സിലുവും ഗഫൂർക്കയും തമ്മിൽ ഉടക്കിയിരിക്കുന്നു. ഏറെ ദുഃഖകരമായ അവസ്ഥയാണ്. ഇവരുടെ ഏതവസ്ഥയിൽ കഴിഞ്ഞുള്ള ആൾക്കാരാണ്. അതായത് ഇവരത്രയും ലക്ഷറി കഴിഞ്ഞു, അതിനുശേഷം ചാരിറ്റിയും കൂടെ നടത്തുകയാണ്. നാട് മുഴുവൻ ചാരിറ്റി നടത്തുന്നു. ഇപ്പോഴും ഗഫൂർക്ക കഴിഞ്ഞ വീഡിയോ പറഞ്ഞത്, അതായത് ഒരു പൈസ ഇല്ലാതെ ഗഫൂർക്ക തിരിച്ച് ഗൾഫിൽ പോകാൻ നിൽക്കുന്ന ആളാണ്. അവന്റെ ഊഞ്ഞാലെല്ലാം വിറ്റിട്ട് ഓൻ പറയാണ് ചാരിറ്റി നടത്തുന്നു. എടോ, അൻ്റെയിൽ തന്നെ 5 പൈസ ഇല്ല, പിന്നെ ഈ എങ്ങനെയാണ് ചാരിറ്റി നടത്തുന്നത്? ആ രീതിയിൽ സമനില തെറ്റിപ്പോയ ഒരു പഹയനാണ് ഈ ഗഫൂർക്ക എന്ന് പറയുന്ന പഹയൻ. അതുകൊണ്ട് തന്നെ ഇനി ഈ പറഞ്ഞ സിലു ഇതുപോലെ ആക്രമണം കാണിക്കുന്ന ഗഫൂർക്കയുടെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ളൊരു സാധ്യത വളരെ വിരളമാണ്. അതായത് പലരും ഇപ്പം നമ്മളൊക്കെ ആഗ്രഹിച്ചത് തിരിച്ചു പോകണം, ഒരു ഒന്നിക്കണമെന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞ് ആഗ്രഹിച്ചത് ഒക്കെ. പക്ഷെ അതിനൊരു സാധ്യത ഇല്ല. കാരണം ഈ ഗഫൂർക്ക ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഓൾ ഈ വീഡിയോ അയച്ചു കൊടുത്തത്. അത് പുറത്തു വരികയും ചെയ്ത് കൂടുതൽ അത് വൾഗറാവുകയും ചെയ്തു. അതും കൂടെ ഒരു ഗുണപാഠമാണ്. ഇപ്പം റിയാക്ഷൻ വീഡിയോ പലരും ചെയ്യുന്നുണ്ട്, പലരും പറയുന്നുണ്ട്. പക്ഷെ നമ്മളായിട്ട് നമ്മുടെ കാര്യങ്ങൾ പുറത്തെത്തിക്കാനൊരു കാരണം ഉണ്ടാക്കുകയാണെങ്കിൽ അത് എന്താ പറയുക, വലിയ തിരിച്ചടി തന്നെ ആവും. അത്തരത്തിൽ തിരിച്ചടി ആയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഗഫൂർക്ക നന്നായി നാറി. സിലുവിനോട് കൂടുതൽ വൈരാഗ്യം ഇതുകൊണ്ട് ഗഫൂർക്കയ്ക്ക് ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഗഫൂർക്കയുടെ വീട്ടുകാർ ഓൾറെഡി സിലുവിനെതിരെയാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഈ ഒരു വിഷയോടെ ആകുമ്പോഴത്തേന് സിലു ഗഫൂർഖാനെ ഇട്ടുകൊടുത്തെന്നുള്ള രീതിയിൽ, അതായത് ഇത് ഓൺ ടൈം ആയിട്ട് അയച്ചു കൊടുത്തോ, രഹസ്യമായിട്ട് അയച്ചു കൊടുത്തോന്നും അവർ ചിന്തിക്കത്തുമില്ല, ആരും അത് കണക്കാക്കത്തുമില്ല. എന്നാൽ ഇത് സിലു പർപ്പസ്ഫുള്ളി ചെയ്താണ്, ഗഫൂർക്കയെ അവമാനിക്കാൻ വേണ്ടി ഗഫൂർക്കയുടെ വീഡിയോ അയച്ചു കൊടുത്തതാണെന്ന് ഉറപ്പായിട്ടും അവരെല്ലാവരും വിശ്വസിക്കുകയും കൂടുതൽ ഈ പറഞ്ഞ സിലുവിനെ വെറുക്കാനുള്ള വലിയ കാരണമായി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഫാമിലി ലൈഫ് പൂർണ്ണമായും തകർന്നു എന്ന് വേണം കരുതാൻ. 5 കുട്ടികളുടെ അവസ്ഥ ഏറെ മോശമായ അവസ്ഥയാണ്. ഇപ്പോഴും ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന്റെ ഈ പ്രശ്നങ്ങൾ മാറ്റിയിട്ട്, അതായത് ഈ പറഞ്ഞ ബിസിനസ് ചെയ്ത് പൊട്ടിച്ച് കടം ഉണ്ടാക്കിയതിനു ശേഷം ഭാര്യയുടെ തലയെ കെട്ടിവെക്കുക, അതിനുശേഷം വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കി ആ പിള്ളേരെ വിളിച്ച് വരുത്തി നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, സന്തോഷമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ വലിയ രസം തന്നെ ആയിരിക്കും അത് കാണാൻ. നിങ്ങളുടെ ഭാവിക്ക് വലിയ
വലിയ ഗുണം തന്നെയായിരിക്കും. നേരെ മറിച്ച് ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ റിവഞ്ച് വെച്ചിനോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ ദുരന്തത്തിലേക്ക് ഈ ഒരു ഫാമിലി ബ്ലോഗ് പോയേക്കാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായത് ഒതുക്കി തീർക്കാവുന്ന നിസ്സാരമായ കേസ് ഊതി പെരുപ്പിച്ച് വലുതാക്കി അതിനുശേഷം ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി. ഈ സിലുവിന്റെ കേസിൽ എനിക്ക് തോന്നുന്നത് ഈ 5 കുട്ടികളെ ഉണ്ടാക്കിയിട്ട് ഫൂർക്കയുടെ എല്ലാ ഈ പറഞ്ഞ സ്വഭാവങ്ങളും കണക്കിലെടുത്ത് അദ്ദേഹം പാവം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പാവമാണ്, ശുദ്ധനാണ്. പക്ഷെ ശുദ്ധൻ ദുഷ്ടന്റെ ബലം ചെയ്തിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു സ്വഭാവങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത്രയും കാലം അദ്ദേഹത്തോട് കൂടി കഴിഞ്ഞൊരു വ്യക്തിയാണ്. അപ്പൊ സിലുവിന്റെ ആ ഒരു ഗ്രേറ്റ്നെസ്സിനെ വില കുറച്ച് കാണാൻ പാടില്ല. സിലു നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ചില അപരാധി പെണ്ണുങ്ങളെ പോലെ ഒരു പാരൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനോ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും സിലുവിനെ കുറിച്ച് കേട്ടിട്ടില്ല എന്നുള്ളത് വലിയ എന്താ പറയുക വലിയ ഒരു ഗ്രേറ്റ്നെസ് തന്നെയാണ്. ഇവതങ്ങളിൽ വലിയ പ്രായ വ്യത്യാസമുണ്ട്. സ്വാഭാവികമായും നമ്മൾ ഏറ്റവും അധികം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അഭീതങ്ങളാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഈ പെൺകുട്ടിയെ കുറിച്ച് കേട്ടിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ആകെയുള്ള പ്രശ്നങ്ങൾ ഈ വിഷയങ്ങളാണ്, ഈ സാമ്പത്തിക പ്രശ്നങ്ങളും വീട്ടിലെ പ്രശ്നങ്ങളുമാണ്. അതിന്റെ പേരിൽ ഈ പറഞ്ഞ ഒരു വേർപിരിയൽ ഉണ്ടായത് ഏറെ ദുഃഖകരം തന്നെയാണ്. ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നു, ഒഴിവാക്കാൻ സാധിച്ചില്ല. വളരെ വൾഗറായി തീർന്നിരിക്കുന്നു. ഈ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഗഫൂർക്കയ്ക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ? അദ്ദേഹത്തിന് ഗൾഫിൽ പോകാൻ സാധിക്കുമോ? അതല്ലെങ്കിൽ അവരൊരുമിച്ച് വീണ്ടും ഒന്നിച്ച് ഒരു കുടുംബമായി മുന്നോട്ട് പോവുമോ? എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്താം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.